താളി സോപ്പ് ചോദിച്ചവർക്കൊക്കെ ആയിട്ട് ദേ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് താളി സോപ്പ്. അപ്പം എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുക നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സോപ്പാണേ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഹോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് താളി സോപ്പാണ് കേട്ടോ. കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു താളി സോപ്പ് മേക്ക് ചെയ്ത് കാണിച്ചു തരാനായിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് താളിയുടെ പൗഡർ, ചെമ്പരത്തി താളിയുടെ പൗഡർ വെച്ചിട്ടാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിയുടെ താളി വെച്ചിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഞാൻ പൗഡേഴ്സ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ദേ ഇതാണ് നമ്മുടെ ചെമ്പരത്തി ഇല, അതുപോലെ തന്നെ ഞാൻ ഇതില് കറിവേപ്പില, അതുപോലെ നീമിന്റെ ലീഫ് അതൊക്കെ ഇട്ടിട്ടുള്ള പൗഡറാണ് ഇട്ടത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ 1 kg സോപ്പ് ബേസിലാണ് കേട്ടോ താളി സോപ്പ് മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സോപ്പ് ബേസ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ഗ്ലിസറിന്റെ സോപ്പ് ബേസ് ആണ് കേട്ടോ. പാരബനും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ്. അപ്പൊ ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് സോപ്പ് ബേസ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് സോപ്പ് ബേസ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തതെല്ലാം ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് പൗഡർ റെഡിയാക്കി വെക്കാം കേട്ടോ. പൗഡറിലേക്ക് ഞാൻ DM വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്ട്രാക്ട്, അലോവേറയുടെ എക്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്ട്രാക്ട് കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കേട്ടോ വേണ്ടത്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്കിനി നല്ല സെറ്റാക്കി എടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മെൽറ്റായി വന്നിട്ടുള്ള സോപ്പ് ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ 1 kg ബേസിലേക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു 15 ഗ്രാമോളം താളി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി 10-20 ml DM വാട്ടറൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. 15 ഗ്രാം പൗഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൽ നീമിൻ്റെ പൗഡർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയുടെ പൗഡർ ഉണ്ട്, ചെമ്പരത്തി താളി പൗഡർ ഉണ്ട് കേട്ടോ. ഇനി നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിലാണ്. നിങ്ങൾക്ക് താരനൊക്കെ നല്ല രീതിയിലുണ്ട് വെച്ചെങ്കിൽ ടീ ട്രീയുടെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ, നമ്മുടെ തലയിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇനി വൈറ്റമിനിയുടെ ഓയിൽ ഞാനിവിടെ ഒരു 6 തുള്ളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കില്ല. നമ്മൾ ഹെയറിലേക്ക് യൂസ് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്രാഗ്രൻസ് ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. നമ്മളിതിൽ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിലിൻ്റെ ചെറിയൊരു സ്മെല്ല് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഫ്രാഗ്രൻസ് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ml ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ 100 ഗ്രാമിൻ്റെ റെക്റ്റാങ്കിൾ മോൾഡിലേക്കാണ് കേട്ടോ ഈ ഒരു മിക്സ് ഒഴിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്കിതിലേക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ പൗഡർ വെച്ച് ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് തന്നെ നമുക്കിതിലൊരു 6 months ഷെൽഫ് ലൈഫ് കിട്ടും കേട്ടോ. ഇതിൽ വേറെ എക്സ്ട്രാ പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. സോപ്പിൻ്റെ മുകളിലുള്ള ബബിൾസ് നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ സോപ്പുകളെല്ലാം നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടും. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ കുറെ പേര് ചോദിക്കാറുണ്ട് സോപ്പ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, കുറെ നാൾ എടുത്തു വെക്കണോ എന്നുള്ളത്. നമുക്ക് സോപ്പ് സെറ്റായി അപ്പം തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കോൾഡ് പ്രോസസ്സിംഗ് സോപ്പൊക്കെ ആണെങ്കിലാണ് നമുക്കൊരു 20 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഈ ഗ്ലിസറിന്റെ സോപ്പ് ബേസിൽ വരുന്ന സോപ്പുകൾ നമുക്ക് സെറ്റ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് സെറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്താലോ. അപ്പൊ ഇതേ നമ്മുടെ സോപ്പൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് സോപ്പുകളെല്ലാം മോൾഡിൽ നിന്ന് എടുക്കാമേ. ഇതേ അടിപൊളി താളിയുടെ സോപ്പാണ് നമ്മളിപ്പോ സെറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. നൈസായിട്ട് അധികം സ്മെല്ലില്ല കേട്ടോ, മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ല് മാത്രമേ വരണുള്ളൂ. നിൽക്കണ്ട, അടിപൊളി സോപ്പാണ് കേട്ടോ താളി. അതേ അടിപൊളി സോപ്പാണ് നമ്മുടെ താളി സോപ്പ് കേട്ടോ. നമുക്ക് ഹെയറിലേക്ക് മാത്രമാണ്, സ്കിന്നിൽ യൂസ് ചെയ്തോണ്ട് അതൊരു പ്രശ്നം വരുന്നില്ല. പക്ഷെ നമ്മളിത് മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഹെയർ വാഷിനാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് തലയിൽ ഉണ്ടാവുന്ന ചൊറിച്ചല് അതിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു സോപ്പ് യൂസ് ചെയ്യുന്നത്.
അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇനി ഷാമ്പൂ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ നമുക്ക് താളി ഷാമ്പൂ വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതെല്ലാം മോൾഡിൽ നിന്ന് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താളി സോപ്പോ അല്ലെങ്കിൽ സോപ്പ് മേക്ക് ചെയ്യാനുള്ള കിറ്റോ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ സോപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ കയ്യിൽ സോപ്പ് മേക്കിംഗ് കിറ്റുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ്. അല്ല ഇനിയിപ്പോൾ ടൈമില്ലാത്തവരൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് സോപ്പുകൾ മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സോപ്പുകളോ അല്ലെങ്കിൽ കിറ്റുകളോ വേണമെന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ 22 ടൈപ്പോളം നമ്മുടെ കയ്യിൽ സോപ്പ് മേക്കിംഗ് കിറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ബൈ.